പാനൂരിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് കർഷകൻ കൊല്ലപ്പെട്ടു. വള്ളിയായി സ്വദേശി ശ്രീധരനാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ സ്വന്തം കൃഷിയിടത്തിൽ നനച്ചുകൊണ്ടിരിക്കെയാണ് കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത്. ദേഹത്താകമാനം മുറിവേറ്റതിനെ തുടർന്ന് ശ്രീധരനെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് മൃതദേഹം തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് മാറ്റി. ഉയർന്ന ജനസാന്ദ്രതയുള്ള മേഖലയാണ് പാനൂർ. വ്യവസായ സ്ഥാപനങ്ങളും കൃഷിയിടങ്ങളുമുള്ള സ്ഥലത്താണ് ഇപ്പോൾ വന്യജീവിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കാട്ടുപന്നി കൃഷി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ പരാതി ഉണ്ടായിരുന്നു. കാലത്ത് 9 മണിക്ക് അങ്ങനെയാണ് പട്ടിമറ്റ പഞ്ചായത്തിലെ മുജിയങ്ങ വൈകുന്നതാണ് പന്നീൻ്റെ കുത്തേറ്റ്. അപ്പോൾ ആൾക്കാർ നമ്മൾ വൈരം കേൾക്കുന്നില്ല. എന്നാൽ ശരിക്കും കാര്യം അറിയില്ല. പാഞ്ഞു കൂടി പോയി കഴിഞ്ഞാൽ പന്നീനടക്കം കണ്ടിന്. പന്നി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം തൊട്ട് വണ്ടിയിൽ കയറ്റിട്ട് ഇന്നലെയൊക്കെ വന്ന് സ്ഥിരമായിട്ട് ഇവിടെ പന്നിശല്യം ഉണ്ടാറുണ്ടോ? പന്നിശല്യം സ്ഥിരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. കാർഷിക വിളകളൊക്കെ നശിപ്പിക്കാറുണ്ട്. ഒരു കർഷകന് രാത്രിയിലെ പന്നിക്കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടികൾ നമ്മുടെ വീട്ടിൽ ആരും ഉണ്ടെന്ന് പറഞ്ഞ വീട്ടിൻ്റെ പറമ്പത്തെ കുട്ടികളിപ്പോൾ സ്ഥിരമായിട്ട് പോകുന്നത് രാത്രി. 2025 ഇതുവരെ വന്യജീവി ആക്രമണത്തിൽ 15 പേർക്ക് ജീവൻ നഷ്ടമായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. ആറളം മേഖലയിലാണ് ഏറ്റവും ഒടുവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായത്. കാലത്ത് നാടിന് നൽകിയ ദാരുണമായ സംഭവമാണ് ശ്രീധരൻ്റെ മരണം. പന്നി മരണപ്പെട്ട നിലയിലാണ് ശ്രീധരനെ കണ്ടത്. ഉടനെ തന്നെ എല്ലാവരും കൂടി ആശുപത്രിയിൽ ജീവൻ വീണ്ടെടുക്കാൻ സാധിച്ചില്ല. അതിനുള്ള നടപടികളുമായിട്ട് പോലീസും അതുപോലെ തന്നെ ഫോറസ്റ്റും വളരെയധികം ജാഗരൂകരായിട്ട് അവിടെയൊക്കെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പന്നിയെ നാട്ടുകാരൊക്കെ തന്നെ കൈകാര്യം ചെയ്ത് അതിൻ്റെ രീതിയിൽ തന്നെ അതും മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുക എല്ലാ നിലയിലും. കാരണം മറ്റൊരു നിലയിൽ ഇതിനെ തടസ്സപ്പെടുത്താൻ വരുന്നുണ്ടോ എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ മുൻകൂട്ടി ഫോറസ്റ്റിൽ വിവരം കൊടുത്താൽ അവർ വന്ന് വിടുകയും ചെയ്യും. അപ്പം പെട്ടെന്ന് കണ്ടാൽ ഒന്നും ചെയ്യാത്ത സ്ഥിതിയാണത്. അതേസമയം ഇങ്ങനെ മരണപ്പെടുന്നവർക്ക് ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് 10 ലക്ഷം രൂപ ആദ്യത്തെ സഹായമായിട്ട് നൽകാനും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മൃഗശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു നടപടികളുണ്ടാവും. ഇതിന് വേണ്ട മരണപ്പെട്ടവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ ഉള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞത്